നമസ്കാരം. എന്താ പാത്രം എന്നൊക്കെയല്ലേ? ഞാൻ പാത്രം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമ്മൾ ഈച്ച ട്രാപ്പർ ഞാൻ മുന്നും പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ചെടി എവിടെ വെച്ചാലും ഈച്ച ട്രാപ്പർ വെക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിത് വെച്ചിട്ടിപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തായി. ഇതാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു കേക്ക് പോലത്തത്. ഇത് വേറൊന്നുമല്ല, ഈ കേക്ക് ഒരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പുഴു അല്ലെങ്കിൽ ഈ മാമ്പഴത്തിൻ്റെ ഉള്ളിലൊക്കെ പുഴു ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിലൊക്കെ പുഴുകൾ ഉണ്ടാവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ആ പുഴുവിനെ, അല്ലെങ്കിൽ അതൊരു ഈച്ചയാണ്, ആ പുഴു മുട്ടയിട്ട് അത് വിരിഞ്ഞ് അല്ലെങ്കിൽ അതുപോലെയാണ് അത് പുഴു ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഈ കേക്കിൻ്റെ ഒരു ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്ന കേക്കിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഉള്ളൊരു പിക്ചറാണിത്. ഇതുപോലെയുള്ള ട്രാപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പുഴു വരും. ഞാൻ ഈ പാത്രം എടുത്തത് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ എത്രത്തോളം ഇതിൻ്റെ പുഴുവിൻ്റെ ക്വാണ്ടിറ്റി കിട്ടിയെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എല്ലാവരും വെക്കണം, വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഗുണമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം എടുത്തത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം അതിൻ്റെ ഇതുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഇതുപോലത്തെ ഒരു പാത്രമാണ്, നിങ്ങൾ നോക്കിയാൽ കാണാം. ഇതിൻ്റെ ഉള്ളിലൊരു കേക്ക് പോലത്തെ ഒരു ഇത് കണ്ടോ ഇത്രയും ഈച്ച ഇതിനകത്ത് കിടക്കുന്നത് കണ്ടോ. ഈ കേക്ക് ഇതുപോലെ വെക്കും. വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്. ഇത്രത്തോളം നമുക്ക് ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 10-200 ഈച്ചയെങ്കിലും ഉണ്ടാവും തോന്നുന്നു. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ പറമ്പിൽ തന്നെ 3-4 വെച്ച് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അതുപോലെ തന്നെ അടച്ചു വെക്കാം. കട്ടോ, നമുക്കിതൊരു 2-3 മാസത്തോളം ഇത് കിട്ടും. ഇതിൻ്റെ ഇത് കിട്ടും. ഇത് വേറൊരു ടൈപ്പ് ഉള്ള മോഡലാണ്. ജസ്റ്റ് നോക്കിയാൽ കാണാം ഇതിനകത്ത് ഈച്ചട ഉള്ള ഒരു ഇതിങ്ങനെ ജസ്റ്റ് കണ്ടോ ഇത്രത്തോളം ഈച്ച ഇതിനകത്തുണ്ട്. അങ്ങനെ നോക്കാം, ഈ ഒരു ചെറിയ പറമ്പിൽ നിന്ന് ഇത്രയധികം ഈച്ച കിട്ടിയതിനകത്ത് വേറെ 1-2 കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും കൂടി എടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഈ കേക്ക് കണ്ടോ, ഇതുപോലത്തെ ഒരു കേക്കാണ് ഇതിനകത്ത് വെക്കുന്നത്. ഇത് ഒരു സ്മെല്ല് ജസ്റ്റ് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഒത്തിരി വർഷം നിൽക്കും. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഒത്തിരി കാലം നിൽക്കും. പക്ഷേ ഈ കേക്ക് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് സ്മെല്ല് തീരും. അപ്പോൾ അത് മാറ്റി വേറെ വെക്കണം. ജസ്റ്റ് ഇത് നിങ്ങൾ നോക്കിയാൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു 500 അല്ലെന്ന് തോന്നുന്നു. ഒരു ഉദ്ദേശം കൗണ്ട് പറഞ്ഞ ഒരു 500 മുകളിൽ ഇതിൻ്റെ കായ്ച്ച ഈച്ചകൾ ഇത് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരം ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രാപ്പർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാമ്പഴത്തിനാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഫ്രൂട്ട്സുകൾക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഈച്ച പുഴു കാര്യങ്ങൾ അല്ലെങ്കിൽ കേട് കാര്യങ്ങൾ കുറയും. അതുപോലെ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസിനും ഇതുപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും ഇതുപോലത്തെ അത് പക്ഷേ ഈ ടൈപ്പ് ഇതല്ല, ഇതിൻ്റെ ഒരു കേക്ക് ഈ ടൈപ്പല്ല, വേറെ ടൈപ്പാണ്. അപ്പോൾ അത് കടകളിലെല്ലാം മാർക്കറ്റിലെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രൂട്ട്സിന് വേറെയും വെജിറ്റബിളിന് വേറെയാണ്. അപ്പോൾ ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെക്കുന്ന അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും നിങ്ങൾക്ക് കുറേയും കൂടിയും കംപ്ലയിൻസ് ഇല്ലാതെ അല്ലെങ്കിൽ കേടുകളില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, മസ്റ്റായിട്ടും വെക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഈച്ചകൾ വന്ന് പെട്ട് നമുക്ക് അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പാത്രം കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം കാര്യങ്ങൾ എടുത്തിട്ട് വന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.